ദർശനോടൊപ്പമുള്ള കാശ്മീർ യാത്രയുടെ 2ാം ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി ഇന്നത്തെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇന്ന് നമുക്കായി ഹോട്ടലിൽ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറായിരിക്കുന്നത്. ദോശയും ഇഡ്ഡലിയും വടയും ഓട്സും ചായയും കോഫിയും പൂരിയും അടങ്ങുന്ന വലിയൊരു ഭക്ഷണ നിര തന്നെയുണ്ട് നമ്മെയും കാത്ത്. ഒപ്പം മുട്ടയും എഗ് റോസ്റ്റും അതുപോലെ തന്നെ ആംലെറ്റും ഇങ്ങനെ പലവിധ വിഭവങ്ങൾ അടങ്ങിയ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് നാം പുറപ്പെട്ടിരിക്കുന്നത് പഹൽഗാം എന്ന മനോഹര കാഴ്ചയിലേക്കാണ്. കാശ്മീരിൽ നിന്നും ഏതാണ്ട് 55 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ പഹൽഗാം എന്ന അതിമനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കണ്ടിരിക്കേണ്ട പല സ്ഥലങ്ങൾ അടങ്ങിയ ഒരു മനോഹരമായ സ്ഥലമാണ് പഹൽഗാം. പോകുന്ന വഴിക്ക് അവന്തിപുറും ഒപ്പം പഹൽഗാമിൻ്റെ 2-3 മനോഹര സ്ഥലങ്ങളും നമുക്കിന്ന് കാണാനുണ്ട്. ഇങ്ങനെ ബസ്സിലിരുന്ന് പഹൽഗാമിനെ ലക്ഷ്യമാക്കി കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ മനോഹരമായ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കാശ്മീരി വിഭവങ്ങളാണ്. കാശ്മീരി വിഭവങ്ങൾ അവയുടെ സവിശേഷമായ രുചി കൊണ്ടും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗം കൊണ്ടും ലോകപ്രശസ്തമാണ്. ഇതിൽ പ്രധാനമായും മാംസാഹാരത്തിനാണ് മുൻഗണന. കാശ്മീരി ഭക്ഷണത്തിലെ പ്രധാന ഐറ്റം വാസ്വാൻ ആണ്. കാശ്മീരിലെ പരമ്പരാഗതമായ ഒരു വിരുന്നാണിത്. 30-ലധികം വിഭവങ്ങൾ ഇതിൽ ഉൾപ്പെടാറുണ്ട്. വാസ എന്ന് വിളിക്കപ്പെടുന്ന പാചക വിദഗ്ധരാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വാസ്വാൻ എന്ന പേര് വന്നത്. കാശ്മീരി മുളക്, കുങ്കുമപ്പൂവ്, ഉണങ്ങിയ ഇഞ്ചി, ജീരകം, കായം എന്നിവ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. മിക്ക കറികളിലും വെണ്ണയ്ക്കും എണ്ണയ്ക്കും പകരം തൈരും പാലും ഗ്രേവി ഉണ്ടാക്കാൻ ഇവർ ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. പലതരം വിഭവങ്ങൾ ഇവർ തയ്യാറാക്കാറുണ്ടെങ്കിലും പ്രശസ്തമായ കാശ്മീരി വിഭവങ്ങൾ റോഗൻ ഗോഷ്, മോദൂർ പുലാവ്, യാക്നി, ഗുസ്തബ, ദം ആലു, കാവ, നൂൺ ചായ തുടങ്ങിയവയാണ്. കാശ്മീരി ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് റോഗൻ ഗോഷ്. ഇത് ആട്ടിറച്ചി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. തൈരും കാശ്മീരി മുളകും ചേർത്തുള്ള ഈ കറിക്ക് നല്ല ചുവപ്പ് നിറമായിരിക്കും. മറ്റൊരു പ്രധാന വിഭവമാണ് കാശ്മീരിലെ മധുരമുള്ള പുലാവ്. ഇതിന് മോദൂർ പുലാവ് എന്നാണ് പറയുന്നത്. കറുവാപ്പട്ട, കുങ്കുമപ്പൂവ്, നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ്, കശുവണ്ടി, ബദാം എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് അതീവ രുചികരമാണ് എന്ന് പറയാതെ വയ്യ. യാക്നിയാണ് മറ്റൊരു വിഭവം. തൈരും കറുവാപ്പട്ടയും ഏലക്കയും ചേർത്ത് വേവിച്ച് എടുക്കുന്ന ആട്ടിറച്ചിയുടെ കറിയാണിത്. ഇതിൽ മുളക് ഉപയോഗിക്കാത്തതിനാൽ കറിക്ക് വെള്ളയോ മഞ്ഞയോ നിറമായിരിക്കും എന്നതാണ് ഇതിൻ്റെ സവിശേഷതയും. ഗുസ്താബ് മാംസം നന്നായി അരച്ച് ഉരുളകളാക്കി തൈര് ചേർത്ത് ഗ്രേവിയിൽ പാകം ചെയ്യുന്ന വിഭവമാണ്. വാസ്വാനിലെ അവസാന കോഴ്സാണ് ഇത് എന്നതാണ് മറ്റൊരു പ്രത്യേകതയും. സസ്യാഹാരങ്ങളിൽ ഏറ്റവും പ്രശസ്തം ദം ആലുവാണ്. ചെറിയ ഉരുളക്കിഴങ്ങുകൾ, സുഗന്ധ വ്യഞ്ജനങ്ങളും തൈരും ചേർത്ത ഗ്രേവിയിൽ കുറഞ്ഞ വേവിച്ചെടുക്കുന്ന ഒരു വിഭവമാണിത്.
കാശ്മീരിലെ പ്രശസ്തമായ ഗ്രീൻ ടീയാണ് കാവ. ഏലക്ക, കുങ്കുമപ്പൂവ്, കറുവാപ്പട്ട, ബദാം കഷ്ണങ്ങൾ എന്നിവ ഇതിൽ ചേർക്കുന്നു. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്, നമ്മുടെ ഗ്രീൻ ടീ പോലെ. പിങ്ക് ചായ എന്ന് വിളിക്കപ്പെടുന്ന മൂൺ ചായ് ഉപ്പും ബേക്കിംഗ് സോഡയും പാലും ചേർത്താണ് തയ്യാറാക്കുന്നത്. കാശ്മീരിലെ തണുപ്പുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഊർജവും ഉന്മേഷവും നൽകുന്നവയാണ് കാശ്മീരി ഭക്ഷണങ്ങൾ. കാശ്മീരി പാചക രീതിയിൽ മാംസാഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അവിടുത്തെ സസ്യാഹാര വിഭവങ്ങളും ഏറെ രുചികരവും സവിശേഷവുമാണ്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പാചക രീതിയിൽ പ്രധാനമായും ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കാറാണ് പതിവ്. പകരം കായം, തൈര്, കാശ്മീരി മുളക് എന്നിവയാണ് രുചിക്കായി ഉപയോഗിക്കുന്നത്. കാശ്മീരി ദം ആലുവാണ് ഈ വെജിറ്റേറിയൻ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം. ചെറിയ ഉരുളക്കിഴങ്ങുകൾ തൊലി കളഞ്ഞ് വറുത്തെടുത്ത ശേഷം തൈരും കാശ്മീരി മുളകും ചേർത്ത് പ്രത്യേക ഗ്രേവിയിൽ വേവിച്ചെടുക്കുന്നു. ഉള്ളിയോ വെളുത്തുള്ളിയോ ഇതിൽ ചേർക്കാറില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈദർ സുമാൻ എന്നത് കാശ്മീരി സ്റ്റൈലിൽ വയ്ക്കുന്ന പനീർ കറിയാണ്. ലൈദർ എന്നാൽ മഞ്ഞ എന്നാണ് അർത്ഥം. മഞ്ഞളും തൈരും ചേർത്ത മഞ്ഞ നിറത്തിലുള്ള ഗ്രേവിയാണ് പനീർ കഷ്ണങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് കാശ്മീരിലെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടിയാണ്. മറ്റൊരു വിഭവം ഹാക്കാണ്. കാശ്മീരിലെ ഒരുതരം പച്ചിലക്കറിയാണ് ഹാക്ക്. വളരെ ലളിതമായ രീതിയിൽ കടുകെണ്ണയും പച്ചമുളകും ചേർത്ത് വാട്ടിയെടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാൻ ഇത് വളരെ മികച്ചതുമാണ്. നദ്രു യാഗ്നി താമര വളയങ്ങൾ ഉപയോഗിച്ചുള്ള കറിയാണ്. താമര വളയങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് തൈരും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്ത് ഗ്രേവിയിൽ പാകം ചെയ്യുന്നു. കാശ്മീരിലെ ഒരു വിശിഷ്ട വിഭവമാണിത്. മോദൂർ പുലാവ് എന്നറിയപ്പെടുന്നത് കാശ്മീരിലെ മറ്റൊരു വിഭവമാണ്. ഇത് കാശ്മീരിൻ്റെ തനതായ മധുരമുള്ള പുലാവാണ്. നെയ്യ്, കറുവാപ്പട്ട എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ ചോറിൽ ധാരാളമായി ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർക്കുന്നു. മറ്റൊരു വിഭവം കാശ്മീരി രാജ്മയാണ്. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാശ്മീരി രാജ്മയ്ക്ക് നല്ല കടും ചുവപ്പ് നിറമായിരിക്കും. കാശ്മീരി മുളകും കായവും ചേർത്ത് തയ്യാറാക്കുന്ന ഇതിന് പ്രത്യേക സുഗന്ധമുണ്ടാകും എന്നതാണ് ഒരു പ്രത്യേകത. ചോക്ക് വാങ്കൂൺ നമ്മുടെ വഴുതനങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുളിയുള്ള കറിയാണ്. പുളിക്ക് വേണ്ടി സാധാരണയായി വാളൻ പുളിയോ ഉണങ്ങിയ നാരങ്ങയോ ആണ് ചേർക്കുന്നത്. ഉണങ്ങിയ ഇഞ്ചിപ്പൊടി, പെരുംജീരകപ്പൊടി എന്നിവ കാശ്മീരി വിഭവങ്ങളിൽ ഒഴിവാക്കാനാകാത്തതാണ്. കാശ്മീരി പാചകത്തിൽ സാധാരണയായി കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രൂക്ഷ ഗന്ധം നൽകാൻ സഹായിക്കുന്നു. ഇങ്ങനെ കാശ്മീരി വിഭവങ്ങളുടെ ഒരു നീണ്ട പട്ടികയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഇപ്പോൾ ആദ്യമായി എത്തിച്ചേരുന്നത് ഇവിടുത്തെ കേസർ ഫീൽഡിലേക്കാണ്. അതായത് കുങ്കുമപ്പൂ വിളയുന്ന പാമ്പൂർ പാടങ്ങളിലേക്ക്. കാശ്മീരിലെ ഏറ്റവും പ്രസിദ്ധമായ കുങ്കുമപ്പൂ വിളയുന്നത് ഇവിടുത്തെ പാമ്പൂർ പാടങ്ങളിലാണ്. കേസർ എന്നതിനെ കുങ്കുമപ്പൂ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ ഉറവിടം കാശ്മീരാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നുകൂടിയാണിത്. ക്രോക്കസ് സാറ്റിവസ് എന്ന പൂവിൻ്റെ ഉണങ്ങിയ പരാഗശീർഷങ്ങളാണ് കുങ്കുമപ്പൂവായി അറിയപ്പെടുന്നത്.
ഭക്ഷണത്തിന് നല്ലൊരു സുവർണ്ണ നിറവും പ്രത്യേക സുഗന്ധവും നൽകാൻ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. കാശ്മീരി പുലാവ്, ബിരിയാണി, പാൽ പലഹാരങ്ങൾ, ലഡ്ഡു, ജിലേബി, പായസം എന്നിവയിൽ ഇത് പ്രധാനമായും ഉപയോഗിക്കാറുണ്ട്. ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും മാനസിക ഉന്മേഷത്തിനും ദഹനത്തിനും ഇത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. കുങ്കുമപ്പൂവിൻ്റെ ചരിത്രം വളരെ പുരാതനവും കൗതുകം ജനിപ്പിക്കുന്നതുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നായി ഇത് ഇന്നും നിലനിൽക്കുന്നു. കുങ്കുമപ്പൂവിൻ്റെ ഉത്ഭവം വളരെ തർക്കവിഷയമാണ്. കുങ്കുമപ്പൂവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. മിക്ക ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് കുങ്കുമപ്പൂ ആദ്യമായി കൃഷി ചെയ്തത് വെങ്കലയുഗത്തിൽ ഗ്രീസിൽ ആയിരുന്നു എന്നാണ്. അവിടുത്തെ പുരാതന ചുവർ ചിത്രങ്ങളിൽ കുങ്കുമപ്പൂ വിളവെടുക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കുങ്കുമപ്പൂ വിളയുന്ന ധാരാളം പാടങ്ങളുണ്ട് എങ്കിലും ഈ കേസർ ഫീൽഡാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരവും വിശാലവുമായ കുങ്കുമപ്പൂ വിളയുന്ന പാടം. ഇങ്ങനെ ബസ് നിർത്തി സഹയാത്രികർക്കൊപ്പം ഞാനും ഈ കുങ്കുമപ്പൂ വിളയുന്ന ഇടത്തിലേക്ക് ഈ കുങ്കുമപ്പൂ എന്ന അത്ഭുത സസ്യം കാണാനായി മറ്റ് സഹയാത്രികർക്കൊപ്പം ഇറങ്ങിച്ചെല്ലുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ്. എന്താണ് ഈ കുങ്കുമപ്പൂ എന്ന് അറിയാനും ഈ കുങ്കുമപ്പൂവിനെ ഒന്ന് കാണാനും തൊടാനും ആസ്വദിക്കാനും അവയുടെ ചരിത്രവും അത് ഉണ്ടാക്കുന്ന രീതിയും ചെടിയുടെ പ്രത്യേകതകളും ഇങ്ങനെ കുങ്കുമപ്പൂവിനെ പറ്റി കൂടുതൽ അറിയാനും ഏറെ ആകാംക്ഷാഭരിതരായ സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ കുങ്കുമപ്പൂ വിളയുന്ന ഫീൽഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നാം അവിടെ എത്തുമ്പോഴേക്കും നമ്മെ സ്വാഗതം ചെയ്യാനായി ഒരു കാശ്മീരി യുവാവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ വാഗ്ധോരണയിൽ കുങ്കുമപ്പൂവിനെ പറ്റിയും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അത് ഉണ്ടാകുന്ന രീതിയെക്കുറിച്ചും എന്തുകൊണ്ടാണ് അത് പാമ്പു പാടങ്ങളിൽ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചും അതിവിശാലമായ ഒരു ക്ലാസ്സാണ് നമുക്ക് നൽകാൻ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നീങ്ങാം. Good morning. Yeah. Welcome to Kashmir. Hope you are enjoying the beauty of Kashmir. Yes. And the crown of Indian paradise on earth, Jai Hind. Jai So, Hind. you don't understand Hindi? Okay. So you are here. Actually, this land is very famous in our country. Not only in our country, even this land is mentioned in United Nations organization. And thanks to Mr. Modi, in 2020, Kashmiri saffron has got GI tag. Kuങ്കുമപ്പൂ. Kashmiri Kuങ്കുമപ്പൂ has got GI tag, and this land becomes a sight scene after 2020. Even this land is more famous than Gulmarg, Pahalgam, Sonmarg, because this land produces the world's finest saffron, Kuങ്കുമപ്പൂ. And the history of Kuങ്കുമപ്പൂ is it was adopted from 1137 AD. From that day till today in India, in our Bharat, we have only these beautiful 8 to 10 kilometers of Kuങ്കുമപ്പൂ land, and the rest of India is free from Kuങ്കുമപ്പൂ. Why only these 8 to 10 kilometers of Kuങ്കുമപ്പൂ? Why not the rest of India? Actually, it has two conditions. The foremost condition is this place is the hottest place in Kashmir. Here the maximum temperature reaches 37-38 in summers, and the minimum temperature reaches -7 in winters. When it is 37 and -7, this is the suitable climate for the cultivation of Kuങ്കുമപ്പൂ. Second condition is, in India have a variety of soils. We have alluva, we have black, we have red, we have mountain soil. So Kashmir is a valley. In valley mostly you will find the black color soil, but only these 8 to 10 kilometers contain is the different soil. The soil is called Khariva soil. This soil is called Khariva. Khariva, yeah. It is called Khariva, depends upon pronouns.
Khareva soil is a sandy, it contains less moisture, it is dry, it is very warm, very hot, very humid inside. It absorbs water very quickly. It is raining right now, but look at the soil. It is dry. So that is why the root of a kun, the root of a saffron, the root of a kungumupu will survive 12 years beneath the surface of this earth. So saffron has no trees, no plants. Saffron has roots. The roots are beneath the surface of this earth, nearly 8 inches, and the roots will survive 12 years beneath the surface of this earth. Okay? Both conditions clear? Yes. Now, we are Indians, we consume the maximum saffron in this world because of spice lovers. India loves saffron. India consumes the maximum saffron in this world. We are spice lovers saffron, cosmetic lovers saffron, food lovers saffron, Ayurvedic industry saffron. Living in a diversity, we have so many festivals. And in every festival, we use kungumupu. And we have from the lower class to the upper class, everyone consumes kungumupu. And we have a population of 1.4 billion. Suppose if each and everybody consumes 1 gram of kungumupu, how much gram it becomes? 1.4 billion per year. But we have only these beautiful 8 to 10 kilometers of kungumupu. That means the supply of kungumupu is less, the demand of kungumupu is more. When the supply is less, the demand is more. India is famous for jugaad here. Do you know what is jugaad? Yeah, duplicate. Yeah, that is why in India 95% cases Ajay Devgan, Akshay Kumar and Shah Rukh Khan. Vimal Kesari, very famous. Gutka. The 90%. Yeah, it will be the nylon, it will be the paper, it will be the corn grass. People make a saffron of these kinds. So, what are the parameters by which we can identify the genuine saffron? When nearly 90% is duplicate, only 5 to 10% is original saffron. What are the parameters by which we can identify the genuine saffron? मैं आपको क्लियर करता हूँ how to identify. First of all, you should have a knowledge. Sharing is caring. I will explain you. Later on you will decide whether you are interested by or not. That is the secondary question. The first and foremost priority is to explain how to identify. The first parameter is softness. Kesar is very soft in nature. If you put your hand in a saffron box, kungumupu box, it is very soft. Yeah. Second, it is aroma. It has a fragrance. It is khushbu. It is mad. It has a strong aroma. Believe me, if you spend 2-3 hours in a kungumupu field, in a kungumupu room, you feel sleepy 24 hours. Number third, it is structure and it is shape. It has head, it is tilt, and it has tail. It is shape resembles to trishul. But unfortunately, people use nylon, paper, cotton, gauze. They use different chemicals, and the same case it is available in the market. That is why the fourth parameter arises. If you take 2-3 strands of saffron and start chewing with your front teeth, you feel a kind of bitterness in your mouth. When you start with your pele, you say pele in your local language, na? Pele. Yeah, you say pele. When you start pele with your front teeth, you feel little bit bitterness in your mouth, and the color of your tongue will turn into the orange color. But we are busy in our lives. We don't have enough time to identify the reality because we are busy with Netflix, Amazon Prime plus IPL. That is why the fifth, the final and the most important parameter arises. If you take 2-3 strands of saffron and put into the water. Remember, when you take 2-3 strands of kungumupu and put in the water, original saffron always fade its color slowly. And sorry to say, duplicate kesar, makki ka gas, paper and nylon. When you put in a water, it fades its color. Instantly and immediately. You got my point? But the original kesar will not dilute, will not dissolve because it is fiber, and the color of the water will turn into the orange color. Remember that. Original kesar always fades its color slowly. The strand, the fat will not dilute, will not dissolve, and the color of the water will be turned into the orange color. Okay? പാമ്പൂർ പാടങ്ങളിൽ വിളയുന്ന കുങ്കുമപ്പൂവിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് ആ യുവാവ് നമ്മളോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ ബിസിനസ് ക്യാൻവാസിനായി ഒരുമ്പെടുമ്പോൾ ഞാൻ കുങ്കുമപ്പൂവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പേർഷ്യൻ സംസ്കാരത്തിലും കുങ്കുമപ്പൂവിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വ്യാപിച്ചു എന്നും കരുതപ്പെടുന്നു. ഇനിയും നമ്മുടെ യാത്ര തുടരേണ്ടതുണ്ട്.